നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നല്ല കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണല്ലേ. പുറത്തിറങ്ങിയിട്ടുള്ള ഗാർഡൻ വീഡിയോസ് ഒന്നും ഇനിയിപ്പോ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി നമുക്ക് അകത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഇന്നൊരു ഫെർട്ടിലൈസറിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് നമ്മൾ വെറുതെ കളയുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഫെർട്ടിലൈസർ. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഏത് ചെടിക്കാണ്, അത് എങ്ങനെ ആ ചെടി നല്ല ബുഷിയായിട്ട് എങ്ങനെ നിർത്താം, അപ്പം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല, നമ്മളെന്നും അരി കഴുകുന്ന വെള്ളമില്ലേ, അത് വളരെ ഗുണമുള്ള ഒരു ഫെർട്ടിലൈസറാണ്. എൻ്റെ വീട്ടിലെ ഒട്ടുമിക്ക ചെടികൾക്കും ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, സൗന്ദര്യ സംരക്ഷണത്തിനും ഈ വെള്ളം നല്ലതാണ്. അതുപോലെ മുടി കഴുകാനാണെങ്കിലും ഈ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഇത് കുത്തരി കഴുകിയ വെള്ളമാണ്. കുത്തരി കഴുകിയ വെള്ളമായതുകൊണ്ടാണ് ഇതുപോലെ റെഡ് കളറായിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് 2-3 വട്ടം അരി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിച്ച് ചെടികൾക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഈ ടർട്ടിൽ വൈനിലാണ്. അതിനൊഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരും. പച്ചപ്പ് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ആദ്യം ഇപ്പോൾ വെയിലും മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണല്ലോ. അപ്പോൾ തന്നെ ഈ ചെടി ആകെ മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാറ്റും മഴയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് റിപ്പോർട്ടിങ് നടത്താം. ഞാൻ അതിൽ നിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ ചട്ടിയിൽ നിന്നെല്ലാം എടുത്ത് മാറ്റി രണ്ടാമത് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. എന്നിട്ട് അതിന് വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് ഹാങ് ചെയ്ത് വെച്ച് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ മേൽഭാഗമാണ് ഇത് കാണുന്നത്. ഇനിയിപ്പോൾ ആ ഫെർട്ടിലൈസർ ഞാനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതിന് തെളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടുമിക്ക എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സിനും ഈ വെള്ളം അനുയോജ്യമാണ്. പിന്നെ നമുക്ക് നടുവേദനയൊക്കെ വരുന്ന സമയത്ത് തൈലൊക്കെ പുരട്ടിയിട്ട് ഈ വെള്ളം ഒഴിച്ച് കുളിക്കുന്നതും ഉത്തമമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തൊരാൾ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയില്ല. ഇതിന് ഈ ചട്ടിക്ക് താഴായിട്ടൊരു വേറൊരു ചെടി കണ്ടാൽ ഇങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുന്ന് വെച്ചതാട്ടാ. അപ്പോൾ അത് നല്ല ഇങ്ങനെ പടർന്ന് പിടിക്കും. അപ്പോൾ അത് കാരണം ഞാനതിനൊരു വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ 5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് ഇത് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റാണ് സിങ്കോണിയം. ഔട്ട്ഡോറായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് പിടിപ്പിച്ചെടുക്കണേ ഉള്ളൂ. അപ്പോൾ അതിനും ഈ വെള്ളം ഉത്തമമാണ് കേട്ടോ. പിന്നെ ടർട്ടിൽ വൈന് നല്ല ബുഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളത് ഒപ്പം വെച്ച് വെട്ടിക്കൊടുക്കണം. ഇങ്ങനെ കൈക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ തരം ടർട്ടിൽ വൈനുകൾ. ഒപ്പത്തിന് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പിടിപ്പിക്കാൻ പറ്റും. എൻ്റെ വീട്ടിലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടർട്ടിൽ വൈന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ആ ചെറിയ ഗാർഡൻ ഉണ്ടല്ലോ, അവിടെയാണ് കൊണ്ടിടാൻ പോകുന്നത്. അപ്പോൾ അതാ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ നിലത്ത് ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്താൽ ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം നന്നായിട്ടത് പിടിച്ചു വരും.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.